അപ്പൊ ഈ പറയുന്ന 1836 മുതൽ 1919 വരെ മലബാറിൽ നടന്ന കാർഷിക കലാപങ്ങളുണ്ടല്ലോ, അലിക്കട്ട് ബാങ്ക് സ്ഥാപിച്ചത് സി കൃഷ്ണനാണ്. ഈ സി കൃഷ്ണന് ഒരു ആത്മകഥയുണ്ട്. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും എൻട്രിയുടെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് 2024 LGSന്റെ മൂന്നാം ഘട്ട മത്സര പരീക്ഷയിൽ ചോദിച്ച 6 നവോത്ഥാന കേരള ചരിത്ര ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുമാണ്. അതിൽ SCRT ഉൾപ്പെടുത്തി ആഡ് ചെയ്തിട്ടുണ്ട്, മാക്സിമം PYQ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷകളിലും അതിനകത്ത് നിന്ന് ചോദ്യം ഉറപ്പായും വരും എന്ന ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ്. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ആദ്യ ഘട്ട പരീക്ഷയിൽ, അതായത് ഒന്നാം ഘട്ട പരീക്ഷയിലും രണ്ടാം ഘട്ട പരീക്ഷയിലും ചോദിച്ച സെയിം ചോദ്യങ്ങൾ മൂന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും. ഒപ്പം ഒന്നാമത്തത്, മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏത് എന്നാണ് ഒരു ചോദ്യം. 6 കേരള ചരിത്ര ചോദ്യത്തിൽ ഒരു ചോദ്യം എങ്ങനെയാണ്, മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷന്റെ പേര്. ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷൻ എന്നാണ് മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. ഈ പറയുന്ന സൈമൺ കമ്മീഷൻ ഓപ്ഷനകത്തുണ്ട്, ഹണ്ടർ കമ്മീഷൻ ഓപ്ഷനകത്തുണ്ട്, കപൂർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ട ഉത്തരം ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. അപ്പൊ മിക്ക ആളുകളും മനസ്സ് വിചാരിക്കും, ഈ വില്യം ലോഗൻ കമ്മീഷൻ അല്ലല്ലോ ഞാൻ വായിച്ചിട്ടുള്ളത്, TL സ്ട്രേഞ്ച് എന്നല്ലേ, അത് മറ്റൊരു കമ്മീഷനാണ്. കുറച്ച് ആളുകൾ വിചാരിക്കും നേപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടോ, അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷന്റെ പേര് ഏതാണ്? അത് വില്യം ലോഗൻ കമ്മീഷൻ എന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ വേണമല്ലോ, ആ അനുബന്ധ വസ്തുതയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് എന്തായി മലബാർ കലാപം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ടല്ലോ, ഖിലാഫത്ത് പ്രസ്ഥാനം. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലുണ്ടായ മുന്നേറ്റമാണല്ലോ ഈ പറയുന്ന മലബാർ കലാപം. അപ്പൊ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, 1921 നടന്ന പൂക്കോട്ടൂർ ലഹളയാണ് പിന്നീട് എങ്ങോട്ടേക്ക് മാറുന്നത്? മലബാർ കലാപത്തിലേക്ക് മാറുന്നത്. അത് ഓർത്തു വെക്കുക. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, 1836 മുതൽ 1919 മലബാറിൽ നടന്ന കർഷക കലാപങ്ങളാണ് ഈ പറയുന്ന മലബാർ കലാപം എന്ന് നമ്മൾ പറയുന്ന 1921 കലാപത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ പറയുന്ന 1836 മുതൽ 1919 വരെ മലബാറിൽ നടന്ന കാർഷിക കലാപങ്ങളുണ്ടല്ലോ, ഈ കാർഷിക കലാപങ്ങളുടെ ഏറ്റവും പരിസമാപ്തി അല്ലെങ്കിൽ ഏറ്റവും അവസാനം എന്ന വിധത്തിലാണ് മലബാർ കലാപത്തെ കരുതപ്പെടുന്നത്. 1921 മലബാർ കലാപം നടക്കുന്നത്. ഈ മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട സംഭവം ഇതാണ്. 1921 പൂക്കോട്ടൂർ ലഹളയാണ് മലബാർ കലാപത്തിന്റെ ആധാരം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ മലബാർ കലാപത്തിന് ഒരു കേന്ദ്രം വേണം. മലബാർ കലാപത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് അത് തിരൂരങ്ങാടിയാണ്. മലബാർ കലാപത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഇവിടെയാണ്, തിരൂരങ്ങാടിയാണ്. ഈ പറയുന്ന മലബാർ കലാപത്തിന് 3 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. പരീക്ഷയിൽ ചോദിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ, താഴെ പറയുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധമില്ലാത്തത് ആരാണ് എന്ന് ചോദിക്കും. അപ്പൊ മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ, ഒന്ന് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന 3 വ്യക്തികളാണ് മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മലബാർ കലാപത്തിന്റെ താൽക്കാലിക വിജയശേഷം അവിടെ ഒരു ഗവൺമെന്റിനെ ഫോം ചെയ്യും. ആ ഗവൺമെന്റിന്റെ ഭരണാധിപനായി അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് വരുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭരണാധിപനായിട്ട് വരുന്നത് അലി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ പറയുന്ന മലബാർ കലാപത്തിന് 3 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ. അതിൽ അലി മുസ്ലിയാറിന്റെ പ്രത്യേകത എന്താ? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട മുസ്ലിം പണ്ഡിതൻ എന്ന് ചോദിച്ചാൽ അതിനുത്തരം അലി മുസ്ലിയാർ ആണ്. 1921 മലബാർ കലാപത്തിന്റെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവും ആര് തന്നെ? അലി മുസ്ലിയാർ ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ പഠിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സുന്ദരികളും സുന്ദരന്മാരും. PC കുട്ടിക്കൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഉറൂബാണ് ആ
കൃതി എഴുതിയത്. പിന്നെ നമ്മൾ പഠിക്കും കുമാരനാശാന്റെ ദുരവസ്ഥ. എങ്ങനെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അടുത്തത് ഈ പറയുന്ന മലബാർ കലാപത്തിൽ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നറിയപ്പെടുന്ന വ്യക്തിത്വം സ്വയം ഒരു വിശേഷണം നടത്തും. സ്വയം വിശേഷണം നടത്തുന്നത് ഇങ്ങനെയാണ്: മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. 1921 ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം കമ്മത്ത് ചിന്നമ്മയാണ്. 1921 ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയുടെ പേര് ചോദിച്ചാൽ അത് കമ്മത്ത് ചിന്നമ്മ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറയുന്ന മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ദാരുണ സംഭവമുണ്ട്, അല്ലെങ്കിൽ കുപ്രസിദ്ധ ഒരു സംഭവമുണ്ട്. അതാണ് വാഗൺ ട്രാജഡി. അപ്പൊ ഈ വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് ആദ്യം പറയുന്നു LV 1711, മറക്കല്ലേ, LV 1711 MSM, അല്ലെങ്കിൽ നേരെ തിരിച്ച് MSM LV 1711 എന്ന് വായിക്കാം, അല്ലെങ്കിൽ 1711 LV MSM എന്ന് വായിക്കാം. എന്ത് വായിച്ചാലും തെറ്റില്ല. അപ്പൊ LV 1711 MSM എന്ന് പറഞ്ഞാൽ ഈ വാഗൺ ട്രാജഡിക്ക് കാരണമായ, അല്ലെങ്കിൽ വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്ന ദാരുണ സംഭവം അറിയാലോ. മലബാർ കലാപത്തിൽ പങ്കെടുത്ത ആളുകളെ എന്ത് ചെയ്യുന്നു? ഈ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ട് പോയി ഒരു ഗുഡ്സ് വാഗണിൽ നിറയ്ക്കുന്നു. ഒരു വാഗണിൽ നിറച്ച് അവരെ ഈ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു ദാരുണ സംഭവത്തെ ആണല്ലോ നമ്മൾ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. ഈ വാഗൺ ട്രാജഡി നടന്ന ട്രെയിനിന്റെ വാഗണിന്റെ നമ്പറാണ് LV 1711 MSM. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് മലബാർ മാനുവൽ എന്നറിയപ്പെടുന്ന പുസ്തകം നമ്മൾ പഠിക്കുന്നത്. മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് അത് വില്യം ലോഗനാണ്. കൊച്ചി മാനുവൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കൊച്ചി മാനുവൽ എന്ന പുസ്തകം എഴുതിയത് C അച്യുതമേനോനാണ്. തിരുവിതാംകൂർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് നാഗമയ്യയാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് 1921 നവംബർ 10 വാഗൺ ട്രാജഡി എന്ന ദാരുണ സംഭവം നടക്കുന്നത്. ഈ വാഗൺ ട്രാജഡി എന്ന കുപ്രസിദ്ധ ദാരുണ സംഭവത്തിന് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷുകാരനായ TS ഹിച്ച്കോക്ക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകുന്നത്. ഈ പറയുന്ന വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂരിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. 1921 നവംബർ 10 വാഗൺ ട്രാജഡി. അതിന് നേതൃത്വം നൽകിയതാരാ? TS ഹിച്ച്കോക്കാണ്. അതിനെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. അടുത്തത് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മളെ കുഴപ്പിച്ചു കളയും. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരിലും വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ചോദിച്ചാൽ അത് പോത്തന്നൂർ സ്റ്റേഷനുമാണ്. രണ്ടും രണ്ട് ചോദ്യമാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? അത് തിരൂരാണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ചോദിച്ചാൽ അത് പോത്തന്നൂർ സ്റ്റേഷനാണ്. അടുത്തത് ഈ പറയുന്ന 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട നടന്ന ദാരുണ സംഭവമായ വാഗൺ ട്രാജഡിയിൽ, അതായത് മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ ഒരു പോലീസ് മേധാവിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹിച്ച്കോക്ക് എന്നാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഹിച്ച്കോക്കിന്റെ സ്മാരകം അവിടെ ഉണ്ടാക്കും. ഈ മലബാർ പ്രദേശത്ത് ഹിച്ച്കോക്കിന്റെ സ്മാരകം ഉയർത്തും. അപ്പൊ ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം സംഘടിപ്പിക്കും. ആ സമരത്തിൽ പങ്കെടുത്ത് മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് എഴുതിയ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് കുമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. കുമ്പളത്ത് ശങ്കുമേനോനല്ല, കുമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. ഹിച്ച്കോക്കിന്റെ മലബാർ പ്രദേശത്ത് സ്ഥാപിച്ച ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത് മലബാർ കലാപത്തെ പറ്റി പടപ്പാട്ട്, ഈ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, പടപ്പാട്ട് എഴുതിയ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് കുമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. അപ്പം ഈ പറയുന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് വേണം. അപ്പൊ അടുത്തത് പറഞ്ഞേക്കുന്നത് TL സ്ട്രേഞ്ച് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ട്. ആദ്യമൊക്കെ നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? മലബാറിലെ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷന്റെ പേര് വില്യം ലോഗൻ കമ്മീഷൻ എന്നാണ്. ഓപ്ഷനിൽ TL സ്ട്രേഞ്ച് എന്നില്ല, AR നേപ്പ് എന്നില്ല. അപ്പൊ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇനി മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷന്റെ പേര് TL സ്ട്രേഞ്ച് കമ്മീഷൻ എന്നാണ്. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷന്റെ പേര് TL സ്ട്രേഞ്ച് കമ്മീഷൻ എന്നാണ്. വാഗൺ ട്രാജഡി ഉണ്ടല്ലോ, 1921 വാഗൺ ട്രാജഡി, 1921 വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേര്
AR നേപ്പ് കമ്മീഷൻ എന്നാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്. LV 1711 MSM എന്തുമായി ബന്ധപ്പെട്ടതാ? വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട ട്രെയിനിന്റെ വാഗണിന്റെ നമ്പറാണ്. മരണപ്പെട്ടവരുടെ എണ്ണം 72 SCRTയിൽ 72 എന്നാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 72 എന്ന് ആഡ് ചെയ്തേക്കുന്നത്. SCRT NCRT നമ്മൾ ബേസ് ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് വേണ്ട ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇനി ഈ പറയുന്ന എന്തുമായി ബന്ധപ്പെട്ട് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിലൊന്ന് ഒരു പ്രധാനപ്പെട്ട പുസ്തകം നമ്മൾ ഓൾറെഡി പറഞ്ഞു, മലബാർ മാനുവൽ എന്ന പുസ്തകം. മലബാർ കലാപവുമായി യാതൊരു ബന്ധവുമില്ല. മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയതാരാണ്? അത് വില്യം ലോഗനാണ്. കൊച്ചി മാനുവൽ എന്ന പുസ്തകം എഴുതിയത് C അച്യുതമേനോനാണ്. തിരുവിതാംകൂർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് നാഗമയ്യാണ്. ഇനി ഒരു ചോദ്യം കൊണ്ട്, കൊച്ചിൻ സാഗ ഈ മലബാർ കലാപവുമായി ബന്ധമല്ലേ? മലബാർ കലാപവുമായി ബന്ധമുള്ളതല്ല. കൊച്ചിൻ സാഗ എന്ന പുസ്തകം എഴുതിയത് റോബർട്ട് ബ്രിസ്റ്റോ ആണ്. സാഗ ഓഫ് കൊച്ചി അല്ലെങ്കിൽ കൊച്ചിൻ സാഗ എന്ന പുസ്തകം എഴുതിയത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കണം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഇനി പ്രധാനപ്പെട്ട 4 പുസ്തകങ്ങൾ നമുക്ക് വേണം. ഒന്നാമത്തെ പുസ്തകം ഇതാണ്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ എഴുതിയ കൃതിയുടെ പേര് ദുരവസ്ഥ എന്നാണ്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ എഴുതിയ കൃതിയുടെ പേരെന്താണ്? അത് ദുരവസ്ഥ എന്നാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉറൂബ് എന്നറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് PC കുട്ടിക്കൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഉറൂബ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അത് സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകമാണ്. ഇനി ഈ പറഞ്ഞ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് മലബാർ കലാപം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടല്ലോ. മലബാർ കലാപം എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് K മാധവൻ നായരാണ്. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത്. ഇനിയും ചോദ്യമുണ്ട്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത് M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് 1921 എന്നാണ്. അതുകൂടി ഓർത്തു വെക്കണം. അപ്പൊ മലബാർ മാനുവൽ പുസ്തകം നമ്മൾ പഠിച്ചു, കൊച്ചി മാനുവൽ പുസ്തകം നമ്മൾ പഠിച്ചു, തിരുവിതാംകൂർ മാനുവൽ പുസ്തകം നമ്മൾ പഠിച്ചു, കൊച്ചിൻ സാഗ പഠിച്ചു. ഇത്രയും പുസ്തകങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പറയുന്ന മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പൂക്കോട്ടൂർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപമാണ് 1921. ഈ പൂക്കോട്ടൂർ കലാപത്തിന്റെ കാരണം എന്താ? വേറെ ഒന്നുമില്ല. ഈ പറയുന്ന മലബാർ പ്രദേശത്ത് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യും. ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം ഉണ്ടാകുന്നത് 1921 ഓഗസ്റ്റിലാണ്. അതാണ് തുടക്കം. അത് പിന്നീട് എങ്ങോട്ടേക്ക്, ഏത് കലാപത്തിലേക്ക് നയിക്കുകയാണ്? മലബാർ കലാപത്തിലേക്ക് നയിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം, കുറിച്യർ കലാപത്തിന് നേതാവ് ആര് എന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്നത്. കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരാണ്? ഓപ്ഷൻ എ പഴശ്ശിരാജാവ്, ഓപ്ഷൻ ബി വേലുത്തമ്പി തളവ, ഓപ്ഷൻ സി രാമൻ നമ്പി, ഓപ്ഷൻ ഡി ബിർസ മുണ്ട. നമ്മൾ എല്ലാ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് തന്നെ. നവോത്ഥാനത്തിന്റെ A-Z കണ്ടന്റിൽ ഈ കുറിച്യർ കലാപത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒന്നുമില്ല, കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമൻ നമ്പി എന്നാണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും രാമൻ നമ്പി മാത്രമാണോ? അല്ല, രാമൻ നമ്പി മാത്രമല്ല. പക്ഷെ പ്രധാന നേതാവാര് തന്നെ രാമൻ നമ്പി തന്നെ. ഒന്നാം ഘട്ട പരീക്ഷയിൽ ചോദ്യം ഉണ്ടായിരുന്നു. രണ്ടാം ഘട്ട പരീക്ഷയിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കാരണങ്ങളുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? അപ്പൊ കാരണങ്ങൾ നമുക്ക് വേണ്ടത് എന്താണ്? നികുതി വർധനമാണ്. അപ്പൊ ഈ പറയുന്ന നികുതി വർദ്ധിപ്പിക്കുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കുറിച്യർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗം മാത്രം ഇത് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കുറിച്യറിന്റെ പ്രത്യേകതയുണ്ട്. കേരളത്തിലെ മികച്ച നെൽ കർഷകർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് കുറിച്യർ. കേരളത്തിലെ മികച്ച നെൽ കർഷകർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് കുറിച്യർ. അപ്പൊ അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ മുകളിൽ നികുതി വീണ്ടും ഉയർത്തുമ്പം തോമസ് വാൾഡൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരനാണ് ഈ നികുതി വർദ്ധിപ്പിക്കുന്നത്. നികുതി വർദ്ധിപ്പിക്കുമ്പം അവർക്ക് ഈ പറഞ്ഞ കേരളത്തിലെ മികച്ച നെൽകർഷകർ എന്നറിയപ്പെടുന്ന കുറിച്യർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗത്തിന് കൊടുക്കാൻ പണമില്ല. പണമില്ലാതെ അല്ലെങ്കിൽ പണമായിട്ട് കൊടുക്കാനാ ബ്രിട്ടീഷുകാർ പറഞ്ഞത്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. പണമായിട്ട് കൊടുക്കാനില്ല, അവരെന്ത് ചെയ്യേണ്ടി വരും? ആ സ്ഥലത്ത് നിന്ന് ഒഴിയേണ്ടി വരും. ഈ 3 സ്റ്റേറ്റ്മെന്റാ രണ്ടാം ഘട്ട LGS പരീക്ഷയിൽ ചോദിച്ചത്. ലോജിക് ഇതാണ്. കുറിച്യർ
കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമനമ്പി. കുറിച്യർ കലാപം എന്നറിയപ്പെടുന്ന കലാപത്തിന്റെ പ്രത്യേകതയുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ദക്ഷിണേന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ആദിവാസി കലാപം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം കുറിച്യർ കലാപമാണ്. കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് വർഷം നമുക്കറിയാം, 1812 കുറിച്യർ കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ്. കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നാണ്. കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് 3 വ്യക്തികളെ നിങ്ങൾ പഠിക്കണം. ഒന്ന് കേളു, മറ്റൊന്ന് കോന്തപ്പൻ, മറ്റൊന്ന് രാമനമ്പി. 1000 വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൻ കേളു, രാമൻ നമ്പി. ഈ 3 വ്യക്തികളാണ് കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. അതിൽ പ്രധാനി ആരാണ്? രാമനമ്പി. അതാണ് PSCക്ക് വേണ്ടത്. അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ഇനി കുറിച്യർ എന്നറിയപ്പെടുന്ന ആദിവാസി വിഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. കേരളത്തിലെ മികച്ച നെൽകർഷകർ എന്നറിയപ്പെടുന്നത് കുറിച്യരാണ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ടെന്നേ. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം എഴുതിയത് കുമാരൻ വയലേരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും, ഈ പറയുന്ന വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ? ഉണ്ട്. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ. കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ? ഉണ്ട്. കീലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? അത് കേരള സർക്കസിന്റെ അല്ലെങ്കിൽ മലബാർ സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. അപ്പൊ കുറിച്യർ കലാപത്തിന്റെ നേതാവായിരുന്നു കിട്ടിയല്ലോ. ഇനി ഓപ്ഷനിലേക്ക് വന്നേ. പഴശ്ശി രാജാവ്. പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണല്ലോ. കോട്ടയം രാജവംശം ഒന്ന് നിങ്ങൾ പഠിക്കും. 1-ാം പഴശ്ശി വിപ്ലവം, 2-ാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് കേരള സിംഹം എന്നാണ്. പഴശ്ശി രാജാവിനെ അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ ബിയിലേക്ക് വന്ന വേലുത്തമ്പി ദളവയുണ്ട്. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതാവ് വേലുത്തമ്പി ദളവ. വേറെ ഒന്നുമില്ല. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യനാക്കിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി ആരംഭിച്ചത് വേലുത്തമ്പി ദളവ. കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചത് വേലുത്തമ്പി ദളവ. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് വേലുത്തമ്പി ദളവ. അപ്പൊ കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട പോയിന്റ് നമ്മൾ പഠിച്ചു. കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട പോയിന്റ് പഠിച്ചു. പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ നേതാവായ ബിർസ മുണ്ടയാണ് മറ്റൊരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. മുണ്ട കലാപത്തിന്റെ നേതാവ് ബിർസ മുണ്ടയാണ്. അപ്പൊ കുറിച്യർ കലാപത്തിന്റെ നേതാവാരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആരാണ്? രാമൻ നമ്പിയാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. SCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി ബോക്സിൽ കൊടുത്തേക്കുന്നത് എന്ത്? TH ബേബർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞൊരു വാക്യമുണ്ട്. 1 മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, 1 മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരാണ്? അത് TH ബേബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട NCERT കണ്ടന്റ് കൂടി ആഡ് ചെയ്തങ്ങ് പറഞ്ഞു തരുവാണ്. കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് 1812 കുറിച്യർ കലാപം പറഞ്ഞതേ ഉള്ളൂ. ഈ കുറിച്യർ കലാപത്തിന് മറ്റൊരു പേരാണ് വെട്ടിച്ചുട്ട് കലാപം അല്ലെങ്കിൽ വെട്ടിച്ചുട്ട് സമരം. വളരെ പ്രധാനപ്പെട്ടതാണ്. NCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആ സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററിൽ മറക്കരുത്. വെട്ടിച്ചുട്ട് കലാപം എന്നറിയപ്പെടുന്നത് എന്തിനെ തന്നെയാണ്? കുറിച്യർ കലാപത്തെ തന്നെയാണ് വെട്ടിച്ചുട്ട് കലാപം എന്നറിയപ്പെടുന്നത്. ഈ കുറിച്യർ കലാപം എന്നറിയപ്പെടുന്ന വെട്ടിച്ചുട്ട് കലാപത്തിന് പ്രധാന കാരണം നികുതി വർധനമാണ്. ആരാണ് നികുതി വർദ്ധിപ്പിച്ചത്? തോമസ് വാർഡൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരനാണെന്ന് ഓർത്തു വെക്കണം. കുറിച്യർ കലാപത്തിന് 3 നേതാക്കൾ: രാമനമ്പി, 1000 വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൻ കേളു. ഓക്കെ, ഇതിന്റെ ഒരു മുദ്രാവാക്യം കാണുമല്ലോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം എഴുതിയത് കുമാരൻ വയലേരിയാണ്. TH ബേബർ പറഞ്ഞ വാക്യം 1 മാസം കൂടി കലാപകാരികൾക്ക് അല്ലെങ്കിൽ 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരാണ്? അത് TH ബേബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അടുത്തത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 3ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്ത്? സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സർവ്വവിദ്യാധി രാജൻ എന്നറിയപ്പെടുന്നത് അതാരാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളാണ്. 4 ഓപ്ഷൻ കൊടുത്തപ്പോൾ ഉണ്ടല്ലോ. ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷയിൽ ചോദിച്ച ഒരു 3 ടൈപ്പ് അപരനാമങ്ങളുണ്ട്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ വായിക്കുന്ന മെറ്റീരിയൽസിലും SCERTയിലും എല്ലാം ഉള്ളതാണ്. അതില്ലാത്ത കുറച്ച് 3 പോയിന്റ് പറയാണ്. ഒന്ന്, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഒന്ന് നോട്ട് ചെയ്തേക്കണം. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ആ ബുക്കിലേക്ക് അല്ലെങ്കിൽ ആ സൈഡിലോട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനെയാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുന്നതിൽ തെറ്റില്ലല്ലോ.
പൊയ്യൽ യോഹന്നാനെയാണ് കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് ശ്രീനാരായണ ഗുരുവിനെയാണ് കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത്. ആ ചോദ്യം കിട്ടിയല്ലോ. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഈ 3 ചോദ്യങ്ങൾ ഓൺലൈൻ പരീക്ഷയിൽ ചോദിച്ച 3 ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേരള PS ചോദിച്ച 3 പുതിയ ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. ഒന്ന് കേരള സ്പാർട്ടക്കസ് അയ്യങ്കാളി, കേരള നെപ്പോളിയൻ പൊയ്യൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാരഗുരുദേവൻ, കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി അത് ശ്രീനാരായണ ഗുരുവാണ്. നമ്മളെ കുഴപ്പിച്ച് കളയും. അപ്പൊ സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന ആരെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി ഓപ്ഷനിലേക്ക് വന്നേ. ബ്രഹ്മാനന്ദ ശിവയോഗിയെ അറിയപ്പെടുന്ന അപരനാമങ്ങൾ ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണല്ലോ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണല്ലോ. ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട ഒരു സംഘടന നമ്മൾ പഠിക്കണം. 1918 ആനന്ദ മഹാസഭ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ശ്രീനാരായണ ഗുരു, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ കേരള നവോത്ഥാനത്തിന്റെ പിതാവ്, കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നു. അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടെന്നേ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടാണല്ലോ അദ്ദേഹമാണല്ലോ 1903 SNDP എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിക്കുന്നത്. തൊട്ടടുത്ത വർഷം SNDPയുടെ ആദ്യ വാർഷികം 1904. അതേ വർഷം തന്നെ വിവേകോദയം എന്നറിയപ്പെടുന്ന പത്രം അല്ലെങ്കിൽ മാസിക സ്ഥാപിക്കുന്നു. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാസിക വിവേകോദയമാണ്. വിവേകോദയം സ്ഥാപിച്ചത് കുമാരനാശാനും വിവേകോദയത്തിന്റെ ആദ്യ എഡിറ്റർ M ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട്. വാഗ്ഭടാനന്ദനെ നിങ്ങൾ എടുത്തു. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം എന്താ? വാഗ്ഭടാനന്ദനെ അറിയപ്പെടുന്ന പേര് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ഈ വയലേരി കുഞ്ഞിക്കണ്ണനെ അങ്ങ് ചുരുക്കണം. VK ഗുരുക്കൾ എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. ഈ വാഗ്ഭടാനന്ദൻ 1917 ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ പേര് ആത്മവിദ്യാ സംഘം എന്നാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിക്കും. ഉത്തരം വാഗ്ഭടാനന്ദനാണ്. ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചട്ടമ്പി സ്വാമികളെയാണ്. ഇനി അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഈ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും PYQ ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായും എഴുതണം. 4ാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ട്, പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ട്. ഒന്നാമത്തത് സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമികളെ അറിയപ്പെടുന്ന അപരനാമങ്ങളാണേ പറയുന്നത്. ഒന്ന് സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ. ഭട്ടാരകൻ എന്നറിയപ്പെടുന്ന വാക്ക് ചേർത്ത് ബാലഭട്ടാരനായിക്കോട്ടെ, ശ്രീബാലഭട്ടാരകൻ ആയിക്കോട്ടെ, ശ്രീമദ് ഭട്ടാരകൻ ആയിക്കോട്ടെ, ഉത്തരം ആര് തന്നെയാ? ചട്ടമ്പി സ്വാമികൾ തന്നെയാ. ഭട്ടാരക ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പന്മന എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവി ധരിക്കാത്ത സന്യാസി, മറക്കല്ലേ, കാവി ധരിക്കാത്ത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവി ധരിക്കാത്ത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഈ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്, അതൊന്ന് ഓർത്തു വെക്കണം. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷ പ്രദീപ ഖണ്ഡനം, ആദിഭാഷ, ക്രിസ്തുമതചേതനം എന്നീ പുസ്തകങ്ങൾ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷ പ്രദീപ ഖണ്ഡനം, ആദിഭാഷ, ക്രിസ്തുമതചേതനം എന്നീ പുസ്തകങ്ങൾ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ഈ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് 1892 ചട്ടമ്പി സ്വാമി വിവേകാനന്ദനുമായി സന്ദർശനം നടത്തും. അപ്പൊ ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1892. ഈ സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിന് ക്ഷണിച്ച ഒരു നവോത്ഥാന നായകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പൽപ്പു എന്നാണ്. പത്മനാഭ പൽപ്പു എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ ജനിച്ച പൽപ്പുവാണ് വിവേകാനന്ദനെ കേരള സന്ദർശനത്തിന് ക്ഷണിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഈ 1892 വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമി കൂടിക്കാഴ്ചയ്ക്ക് അടിസ്ഥാനമാക്കി 2 ഡയലോഗുകളുണ്ട്. ഒന്ന്, മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു, മലബാറിൽ ഞാൻ യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ആരെ പറ്റിയാ? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാ. നേരെ തിരിച്ചും ഒരു ഡയലോഗ് പറയും, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് എന്ന് ചട്ടമ്പി സ്വാമി ആരെ പറ്റി പറഞ്ഞു?
വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞ വാക്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. A to Z കാര്യങ്ങൾ പറയുന്നേയില്ല, മുൻകാല വർഷ ചോദ്യങ്ങൾ മുഴുവൻ ആഡ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. വരാൻ പോകുന്ന പരീക്ഷയിൽ ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമി എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ നിന്ന് വീണ്ടും ചോദ്യം വന്നാൽ നിങ്ങൾ മാത്രം എഴുതാതിരിക്കരുത്. അതിനുവേണ്ടിയാണ് ഇത്രയും കണ്ടന്റ് പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഇത് മുൻകാല വർഷ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനല്ല എന്ന് മാത്രമേ ഉള്ളൂ. അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം എന്നാണ് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചോദ്യത്തിൽ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവർ എന്ന് വെച്ചാൽ എന്താണ്? അധസ്ഥിതർ, അങ്ങനെ തന്നെയാണല്ലോ ആ വാക്കിനർത്ഥം. അപ്പൊ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഓപ്ഷൻ എ കേരള കൗമുദി, ഓപ്ഷൻ ബി കേരള സഞ്ചാരി, ഓപ്ഷൻ സി മിതവാദി, ഓപ്ഷൻ ഡി കേരള പത്രിക. ആൻസർ ആയിട്ട് വരേണ്ടത് മിതവാദിയാണ്. മിതവാദിയാണ് അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ മിതവാദി തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈ മിതവാദിക്ക് പ്രത്യേകതയുണ്ട്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ഏക മലയാള പത്രം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം മിതവാദിയാണ്. അവിടെ നമ്മളെ കുഴപ്പിച്ച് കളയും. റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമുണ്ട്. റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രത്തിന്റെ പേര്, അത് മറക്കരുത്, റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രത്തിന്റെ പേര് മിതവാദി എന്നും, ബ്രിട്ടനിന്റെ ന്യൂസ് ഏജൻസിക്ക് ഒരു പേരുണ്ട്, റോയിറ്റേഴ്സ് എന്ന. ബ്രിട്ടനിന്റെ ന്യൂസ് ഏജൻസിയായ റോയിറ്റേഴ്സുമായി ബന്ധമുണ്ടാക്കിയ നവോത്ഥാന പത്രത്തിന്റെ പേര് അത് സ്വദേശാഭിമാനി എന്നുമാണ്. രണ്ടും രണ്ട് ചോദ്യമാണ്, മറക്കരുത്, ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഈ പറഞ്ഞ മിതവാദിക്ക് മറ്റു പ്രത്യേകതയുണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? തീയരുടെ ബൈബിൾ എന്ന് ചോദിച്ചാൽ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഈഴവ ഗസറ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് എന്തിനെയല്ല? ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന മിതവാദി അല്ല. അപ്പൊ മിതവാദിയുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് 1907 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്നറിയപ്പെടുന്ന സ്ഥലത്തു നിന്നാണ് ഈ പറഞ്ഞ മിതവാദി ആരംഭിക്കുന്നത്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ടി ശിവശങ്കരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണോ ഇതിന്റെ സ്ഥാപകൻ? അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു, അദ്ദേഹമാണ് സ്ഥാപകൻ. പക്ഷെ PSC ഇതുവരെ കേരള PSC ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിൽ പോലും ടി ശിവശങ്കരനെ വാല്യൂ ചെയ്തിട്ടില്ല. ചരിത്രം പറയുന്നത് ടി ശിവശങ്കരനാണ് മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ എന്നാണ്. പക്ഷെ PSC പറയുന്നത് മൂർക്കോത്ത് കുമാരൻ. അതിന്റെ ചരിത്രം വരെ പറയുന്നു ഈ പറയുന്ന മിതവാദി പത്രം സ്ഥാപിക്കുന്നത് ടി ശിവശങ്കരനാണ്. ഇത് തുടക്കത്തിൽ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ ആദ്യ എഡിറ്റർ മൂർക്കോത്ത് കുമാരനാണ്. ഇത് തുടക്കത്തിലെ നഷ്ടമാകും. ഇത് പിന്നീട് ഏറ്റെടുക്കും? മൂർക്കോത്ത് കുമാരൻ ഏറ്റെടുത്ത് നടത്തും. അപ്പോഴും നഷ്ടമാകും. പിന്നീട് C കൃഷ്ണൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വന്ന് ഏറ്റെടുത്ത് നടത്തും. അപ്പോഴാണ് അദ്ദേഹമാണ് 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും ഈ C കൃഷ്ണൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് C കൃഷ്ണനെ മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ ഈ പറഞ്ഞ ടി ശിവശങ്കരനാണ്. അത് കേരള PSC വാല്യൂ ചെയ്തിട്ടില്ല. സ്ഥാപകനായി പരിഗണിക്കപ്പെടുന്നത് ചില പരീക്ഷയിൽ ഓപ്ഷനിൽ മൂർക്കോത്ത് കുമാരൻ കാണും, ചില പരീക്ഷയിൽ മൂർക്കോത്ത് കുമാരൻ ഓപ്ഷനകത്ത് കാണത്തില്ല. അപ്പൊ വാല്യൂ ചെയ്യുന്നത് C കൃഷ്ണനെയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് 1907 തലശ്ശേരിയിൽ നിന്ന് സ്ഥാപിച്ച പത്രമാണ് ഇത് മിതവാദി എന്നറിയപ്പെടുന്നത്. മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ C കൃഷ്ണനാണ്. അവിടെ മറ്റൊരു ചോദ്യം കൂടെ നിങ്ങൾ പഠിക്കണം. അദ്ദേഹമാണ് ഈ പറഞ്ഞ C കൃഷ്ണൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കാലിക്കട്ട് ബാങ്ക് സ്ഥാപിച്ചത്. രണ്ട് പ്രധാനപ്പെട്ട ബാങ്കുകളാണ് നവോത്ഥാനത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് കാലിക്കട്ട് ബാങ്ക്, മറ്റൊന്ന് ഊരാളുങ്കൽ ബാങ്ക്. ഊരാളുങ്കൽ ബാങ്ക് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ എന്നറിയപ്പെടുന്ന വാക്ക് ചേർത്ത് എന്ത് വന്നാലും എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ നവോത്ഥാനം ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഊരാളുങ്കൽ ബാങ്ക്, ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഊരാളുങ്കൽ പരസ്പര സഹായ സംഘം, അങ്ങനെ തുടങ്ങി ഊരാളുങ്കൽ ചേർത്ത് എന്ത് വന്നോട്ടെ ഉത്തരമായി വരേണ്ടത് എന്താണ്? ഈ പറയുന്ന വാഗ്ഭടാനന്ദനാണ്. കാലിക്കട്ട് ബാങ്ക് സ്ഥാപിച്ചത് C കൃഷ്ണനാണ്. ഈ C കൃഷ്ണന് ഒരു ആത്മകഥയുണ്ട്. ആത്മകഥയുടെ പേര് ജീവിത മത്സരം എന്നാണ്. ഒന്ന് ഓർത്തു വെക്കണേ. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും C കേശവന് ഒരു ആത്മകഥയുണ്ടോ? ഉണ്ട്, അത് ജീവിത സമരം. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും അക്കാമ ചെറിയാൻ ഒരു ആത്മകഥയുണ്ടോ? അത് ജീവിതം ഒരു സമരം. എല്ലാം കൂടെ പ്രാന്താവരുത്. മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന C കൃഷ്ണന്റെ പ്രത്യേകത ഒന്ന്, കാലിക്കട്ട് ബാങ്ക് സ്ഥാപിക്കുന്നു. ഈ പറഞ്ഞ കേരളത്തിൽ ബുദ്ധമതം സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നവോത്ഥാന നായകൻ കൂടിയാണ് ഈ C കൃഷ്ണൻ. അതൊക്കെ വരും ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ 1917 റഷ്യൻ വിപ്ലവത്തിന്
പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? അത് മിതവാദിയാണ്. ഈ മിതവാദിയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിങ്ങൾ പഠിക്കണം. ഒന്ന്, തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു, അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു, അധസ്ഥിതരുടെ ബൈബിൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്തിനെയാണ്? മിതവാദിയാണ്. അപ്പൊ അവിടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്, ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് അത് വിവേകോദയത്തെയാണ്. 1907 കുമാരനാശാന്റെ വീണപ്പൂ പ്രസിദ്ധീകരിച്ച പത്രം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ? ഈ പറയുന്ന മിതവാദി എന്നറിയപ്പെടുന്ന പത്രമാണെന്ന് വളരെ വ്യക്തമായി ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, കല്ലുമാല പ്രക്ഷോഭത്തിന് നേതാവ് ആര് എന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ കുറുത്തേപ്പോണ്ട് സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി ബാരിസ്റ്റർ GP പിള്ള, ഓപ്ഷൻ ഡി ആഗമാനന്ദൻ. നിങ്ങൾ തന്നെ പറഞ്ഞേ, കല്ലുമാല പ്രക്ഷോഭം നടക്കുന്നത് 1915 കൊല്ലം ജില്ലയിലാണല്ലോ കല്ലുമാല പ്രക്ഷോഭം നടക്കുന്നത്. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അതിൽ ഈ പറയുന്ന കണ്ടന്റ് കേരള PSC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചോദിച്ചത്. കമ്മൻകുളം സമരം എന്നറിയപ്പെടുന്ന കേരള ചരിത്ര സമരം ഏതാണ്? കമ്മൻകുളം സമരം. വീണ്ടും ആവർത്തിക്കുന്നു, ഇതെല്ലാം ഓരോ കണ്ടന്റും ആദ്യമായി ചോദിക്കുന്ന ഉൾപ്പെടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കമ്മൻകുളം സമരം എന്ന് പറഞ്ഞാൽ 1915 കൊല്ലം ജില്ലയിലെ പെരിനാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കമ്മൻകുളം എന്നറിയപ്പെടുന്ന കുളം കുഴിക്കാൻ വന്ന കുറച്ച് തൊഴിലാളികളും ആ തൊഴിലാളികളാണ് ഈ പറയുന്ന കല്ലുമാല സമരം എന്നറിയപ്പെടുന്ന പെരിനാട് സമരത്തിന്റെ തുടക്കക്കാരെന്ന് പറയുന്നത്. അതിൽ അയ്യങ്കാളിയുടെ സാന്നിധ്യം കൊണ്ട് അതെന്തായിട്ട് മാറി? കല്ലുമാല പ്രക്ഷോഭമായിട്ട് മാറി. അതിൻ്റെയൊക്കെ ചരിത്രം പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോരുന്നില്ല, നമുക്ക് കേരള PSC കൊടുക്കുന്ന ഒരു മാർക്കാണ് വേണ്ടത്. 1915 കൊല്ലം ജില്ലയിലെ പെരിനാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച്, ഇപ്പൊ ഞാൻ ദളിതനാണെങ്കിൽ, രഞ്ജിത്ത് എന്ന് പറയുന്നത് ഞാൻ ദളിതനാണെങ്കിൽ, അന്നത്തെ കാലത്തെ കേസാണ് പറയുന്നത്, എൻ്റെ ഐഡന്റിറ്റി മറ്റാളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കല്ലുമാല ധരിക്കണം. ആ കല്ലുമാല ധരിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിഷേധം, അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റാരോപിതനായിട്ട് വരും. അങ്ങനത്തൊക്കെയുള്ള ഓരോ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെതിരെ 1915 കൊല്ലം ജില്ലയിലെ പെരിനാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നടന്ന പ്രതിഷേധ സമരത്തിന്റെ പേരാണ് കല്ലുമാല പ്രക്ഷോഭം. അതിന് മറ്റൊരു പേര് പെരിനാട് സമരം, അതുമല്ലെങ്കിൽ കമ്മൻകുളം സമരം. നടന്ന വർഷം 1915, നടന്ന ജില്ല കൊല്ലം ജില്ല, നേതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അതിനുത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയാണ്. അപ്പം ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമല്ലോ. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ഉണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയെ പറ്റി പഠിക്കണം. ആ സംഘടനയ്ക്ക് ഒരു മുഖപത്രമുണ്ട്. അത് എന്ന് സ്ഥാപിച്ചു, അതിന്റെ ആദ്യ എഡിറ്റർ ആരെന്ന് പഠിക്കണം. 1915 അദ്ദേഹം കൊല്ലം ജില്ലയിൽ നടത്തിയ ഒരു സമരമുണ്ട്. അതേ വർഷം തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ ഒരു സമരമുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് അപരനാമങ്ങളുണ്ട്. THP ചെന്താരശ്ശേരി എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തെ പറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയി എഴുതിയ ഒരു പുസ്തകം, ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് PSC പരീക്ഷയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. ഇനി അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന അയ്യങ്കാളി, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് കർഷക സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിലെ ആദ്യമായി കർഷക സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. ഈ കർഷക സമരം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അപ്പൊ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. കേരള ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അപ്പൊ ഈ കേരള PSC ആവർത്തിക്കുന്ന കുറച്ച് പിതാക്കന്മാരുണ്ട്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു, കേരള ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് അയ്യങ്കാളി, കേരള ക്രിസ്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് കുര്യാക്കോസ് എലിയാസ് ചാവറ, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അങ്ങനെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഓക്കെ, പാവങ്ങളുടെ പടത്തലവൻ എന്ന് ചോദിച്ചാലോ? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയല്ല, അത് AK ഗോപാലൻ, ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ എന്നറിയപ്പെടുന്ന AK ഗോപാലനും. അധസ്ഥിതരുടെ പടത്തലവൻ എന്ന് ചോദിച്ചാൽ അതിനുത്തരം അയ്യങ്കാളിയാണ്. ഓക്കെ, 1893 ഈ പറഞ്ഞ അയ്യങ്കാളി നടത്തിയ ഒരു സമരമുണ്ട്. ആ സമരത്തിന്റെ പേര് വില്ലുവണ്ടി സമരം എന്നാണ്. 1893 അദ്ദേഹം നടത്തിയ സമരത്തിന്റെ പേര് വില്ലുവണ്ടി സമരം എന്നാണ്. എവിടം മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ വെങ്ങാനൂർ മുതൽ, മറക്കല്ലേ, വെങ്ങാനൂർ മുതൽ
തിരുവനന്തപുരം വരെയാണ് 1893 വില്ലുവണ്ടി സമരം സംഘടിപ്പിക്കുന്നത്. 1907 അദ്ദേഹം ആരംഭിച്ച ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് സാധുജന പരിപാലന സംഘം എന്നാണ്. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പ്രത്യേകത SNDPയുടെ മാതൃകയിൽ, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ മാതൃകയിൽ അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് സാധുജന പരിപാലന സംഘം. 1907 സ്ഥാപിക്കുന്നത്. ഈ 1907 സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിന് ഒരു മുഖപത്രമുണ്ട്. ആ മുഖപത്രത്തിന്റെ പേര് സാധുജന പരിപാലിനി എന്നാണ്. ഈ സാധുജന പരിപാലിനി ആരംഭിക്കുന്നത് 1913 അതിന്റെ സ്ഥാപകൻ അയ്യങ്കാളി, അതിന്റെ ആദ്യത്തെ എഡിറ്റർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇനി 1915 കൊല്ലം ജില്ലയിൽ നടത്തിയ ഒരു സമരത്തിന്റെ പേരാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്മൻകുള സമരം. കമ്മൻകുള സമരത്തിന്റെ മറ്റൊരു പേര് കല്ലുമാല സമരം, അതുമല്ലെങ്കിൽ പെരിനാട് കലാപം. സെയിം വർഷം 1915 തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ മറ്റൊരു സമരത്തിന്റെ പേരാണ് ഊരൂട്ടമ്പല ലഹള, അതുമല്ലെങ്കിൽ പുലേ ലഹള, അതുമല്ലെങ്കിൽ 90-ാം ആണ്ട് കലാപം. വേറെ ഒന്നുമില്ല, 1915 അല്ലെങ്കിൽ മലയാള വർഷം 1990 അയ്യങ്കാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പഞ്ചമി എന്നറിയപ്പെടുന്ന ദളിത് വിദ്യാർത്ഥിനിയെയും കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലത്തിനടുത്തുള്ള ഊരൂട്ടമ്പല ക്ഷേത്രത്തിനടുത്തുള്ള വിദ്യാലയ കേന്ദ്രത്തിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പോകും. പോയി അഡ്മിഷൻ എടുക്കും. എന്നിട്ട് അയ്യങ്കാളി അവിടെ നിന്ന് പോകും. പോകുന്ന സമയത്ത് ഈ പറയുന്ന ബ്രാഹ്മണ വിഭാഗത്തിലുള്ള ആളുകൾ, അതായത് സവർണ വിഭാഗത്തിലുള്ള ആളുകൾ ഈ പഞ്ചമിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും. ഇത് കണ്ടുകൊണ്ട് ആര് വരണം? അയ്യങ്കാളിയും കൂട്ടാളികളും വരണം. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സംഘർഷമാകും. അവസാനം ഈ പറയുന്ന സ്കൂൾ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ കലാപത്തിന്റെ പേരാണ് ഊരൂട്ടമ്പല ലഹള, അതുമല്ലെങ്കിൽ പുലേ ലഹള, അതുമല്ലെങ്കിൽ 90-ാം ആണ്ട് കലാപം. ഇക്കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷാ ചോദ്യങ്ങളാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പുതിയ സ്കൂൾ ടെക്സ്റ്റിൽ, അതായത് പുതിയ SCERT സ്കൂൾ ടെക്സ്റ്റിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നറിയപ്പെടുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്ന ഒരു വസ്തുതയുണ്ട്. അയ്യങ്കാളി പഞ്ചമി സ്കൂള് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. അപ്പൊ 1915 നടത്തിയ ഈ ഊരൂട്ടമ്പല ലഹളയുടെ, പുലേ ലഹളയുടെ, 90-ാം ആണ്ട് കലാപത്തിന്റെ നേതാവെന്ന് ചോദിച്ചാൽ ഈ അയ്യങ്കാളി, വനിതാ നേതാവ് എന്ന് ചോദിച്ചാൽ പഞ്ചമി. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും ഈ 3.5 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള ബാലികയാണോ വനിതാ നേതാവ് എന്ന് പറയുന്നത്. കേരള PSC കൊടുത്തേക്കുന്ന ആൻസർ കീ ആണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ വീട്ടിൽ നിന്നൊരു കണ്ടന്റ് എടുത്ത് പറയുമല്ല. കേരള PSC PYQൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ കേരള നവോത്ഥാനത്തിൽ അയ്യങ്കാളിയെ അറിയപ്പെടുന്ന പേരുകൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, പുലേ രാജ അല്ലെങ്കിൽ പുലേരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അങ്ങനെ അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അങ്ങനെ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. വേറെ ഒന്നുമില്ല. മകനെ അല്ലെങ്കിൽ പുത്രൻ എന്നൊക്കെ വിളിക്കുന്നത്, പുത്രൻ എന്നൊക്കെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു വാത്സല്യത്തോടു കൂടി വിളിക്കുന്നത് അമ്മമാരായിരിക്കുമല്ലോ. അപ്പോൾ ഒരു സ്ത്രീയാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ തന്നെ നമ്മുടെ പകുതി കൺഫ്യൂഷൻ മാറി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ആരാണ് വിശേഷിപ്പിച്ചത്? ഇന്ദിരാഗാന്ധിയാണ് വിശേഷിപ്പിക്കുന്നത്. അയ്യങ്കാളിയുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഈ പറയുന്ന അയ്യങ്കാളിയുടെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ആ പ്രതിമയുടെ ശില്പിയുണ്ട്. ആ ശില്പി അറിയപ്പെടുന്ന പേര് ഇസ്ര ഡേവിഡ് എന്നൊക്കെയാണ്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കുക. അടുത്തത്, ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് EK നായനാരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് അയ്യങ്കാളി എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? EK നായനാരാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്. THP ചെന്താരശ്ശേരി എന്നറിയപ്പെടുന്ന വ്യക്തി അയ്യങ്കാളിയെ പറ്റി ഒരു പുസ്തകം എഴുതി. കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളി, കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്ന പുസ്തകം എഴുതിയതാരാണ്? അത് THP ചെന്താരശ്ശേരിയാണ്. അയ്യങ്കാളിയാണ് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് അയ്യങ്കാളിയാണ്. ഒത്തിരി സൂര്യന്മാരുണ്ട്. കേരള നവോത്ഥാനത്തിന് ഉദയസൂര്യൻ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അതിനുത്തരം വൈകുണ്ഠസ്വാമികളാണ്. കേരള നവോത്ഥാനത്തിന് മേഘജ്യോതിസ് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അതിനുത്തരം TK മാധവനാണ്. ഇനിയും ചോദ്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആളിക്കത്തിയ തീപ്പൊരി എന്നും കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? അത് അയ്യങ്കാളിയാണ്. അടുത്ത 3-ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്. 1.25 കോടി മലയാളികൾ, കേരളം അല്ലെങ്കിൽ മലയാള ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി ഒരു സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഗ്രന്ഥമായ 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം
EMS നമ്പൂതിരിപ്പാടാണ്. ഇത് സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഓരോ ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി ഓരോരോ സംസ്ഥാനം ആവശ്യമുണ്ട്. അതിനുവേണ്ടി 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS നമ്പൂതിരിപ്പാട്. നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ഭവാനി സെന്ന്. വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് P. സുന്ദര അയ്യാർ. മിക്ക ആളുകളും ഈ വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് ആരെന്നൊക്കെ ചോദിക്കുമ്പോൾ പോറ്റി ശ്രീരാമലുവിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ പറയുന്ന 99% ഉദ്യോഗാർത്ഥികളും SCRT ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ 1% SCRT നല്ല രീതിയിൽ നോക്കാത്ത ആളുകൾ കാണും. അവർക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് പറയുകയാണ്: 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത്, അതായത് ബംഗാളി ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി ഒരു സംസ്ഥാനം വേണം. നാട്ടുരാജ്യ സംയോജനമൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, ഫസൽ അലി ആ ഒരു ഏരിയയിൽ പഠിക്കുന്നതാണ് SCRT സ്കൂൾ ടെക്സ്റ്റിൽ. നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ഭവാനി സെന്ന്. വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് P. സുന്ദര അയ്യർ. ഓക്കെ, അതിനെ കൂടെ തന്നെ ഈ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കൂടി ഒന്ന് ഓർത്തു വെക്കണം. ഒന്ന് പ്രിസണർ 5990, പ്രിസണർ 5990 എന്നതൊരു ആത്മകഥയാണ്. അത് R. ബാലകൃഷ്ണപിള്ളയുടേത്. ഒന്ന് ഓർത്തു വെക്കണേ. കേരളം മണ്ണും മനുഷ്യനും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കേരളം മണ്ണും മനുഷ്യനും എന്ന പുസ്തകം എഴുതിയത് തോമസ് ഐസക്ക. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഈ പറഞ്ഞ നമ്മൾ EMS നമ്പൂതിരിപ്പാടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നല്ലോ, 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത്. ഇനി അടുത്ത പരീക്ഷയിൽ EMS നമ്പൂതിരിപ്പാടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങൾ വരുന്നോ അതെല്ലാം നമുക്ക് സോൾവ് ചെയ്യണം. അതിനുവേണ്ടി ഒരു 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒന്ന്, കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അദ്ദേഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ലോകത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടിന്റെ അല്ല എന്ന വസ്തുത ഒന്ന് ഓർത്തു വെക്കണം. ഓർത്തു വെക്കാനും ഞാൻ പറയുന്നുള്ളൂ. കാരണം കേരള PC ഇന്നേ കാലം വരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ, അതിനകത്തെല്ലാം ലോകത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഏഷ്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഇന്ത്യയിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് PSC വാല്യൂ ചെയ്യുന്നത് ആരെയാണ്? EMS നമ്പൂതിരിപ്പാടിനെയാണ്. അവിടെ കുഴഞ്ഞു പോരുത്. അതിന്റെ ലോജിക്ക് ഞാൻ പറയുക: ലോകത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഗയാനയിലെ ചെഡ്ഡി ജുഗൻ എന്നറിയപ്പെടുന്ന മന്ത്രിസഭയാണെന്ന്, ആ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണെന്ന് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് കേരള PSC ഇന്നേ കാലം വരെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും അധിക വായന എന്ന രീതിയിൽ പറഞ്ഞു തരികയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ EMS നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുതകൾ അറിയാം? ഒന്ന്, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1909 അദ്ദേഹം ജനിക്കുന്നത്. 1998 മരിക്കുക. കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെ കേരളത്തിൽ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണല്ലോ ഒന്നാമത്തെ മുഖ്യമന്ത്രി. ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 352 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കും. 356 എന്നറിയപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കും. 360 എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കും. ആർട്ടിക്കിൾ 356 പ്രകാരം, അതായത് സംസ്ഥാന അടിയന്തരാവസ്ഥ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിട്ട ആദ്യ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. അത് മറക്കരുത്. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാണ്. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഈ 3 അടിയന്തരാവസ്ഥകളാണല്ലോ നമ്മൾ ടോപ്പിക്കിൽ പഠിക്കുന്നത്. 352, 356, 4 കൂട്ടി 360, അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കാറുള്ളത്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ഈ ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിട്ട ആദ്യ മുഖ്യമന്ത്രി ആരുടേതാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. അതൊന്ന് ഓർത്തു വെക്കണം. EMS നമ്പൂതിരിപ്പാടിന് ഒരു ആത്മകഥയുണ്ട്. ആത്മകഥയുടെ പേര് എന്ത് തന്നെ? ആത്മകഥ എന്ന് തന്നെയാണ്. EMS നമ്പൂതിരിപ്പാട് ആരംഭിച്ച പത്രത്തിന്റെ പേര് പ്രഭാതം എന്നാണ്. മിക്ക ആളുകളും കുഴഞ്ഞു പോകും. പ്രതിഭ എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്. പ്രതിഭ എന്നറിയപ്പെടുന്ന പത്രം ആരംഭിച്ചത് കുമാരനാശാനും പ്രഭാതം എന്നറിയപ്പെടുന്ന പത്രം ആരംഭിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടുവ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ അച്ചടിക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം EMS നമ്പൂതിരിപ്പാടാണ്. അപ്പൊ EMS നമ്പൂതിരിപ്പാടുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ നാമധേയം ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്നാണ്. 1909 ജനിക്കുന്നു, 1998 മരിക്കുന്നു. കേരളത്തിൽ ആദ്യ മുഖ്യമന്ത്രി. ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി പിരിച്ചുവിട്ട ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ആത്മകഥ തന്നെ ആരംഭിച്ച പത്രത്തിന്റെ പേര് പ്രഭാതം എന്നാണ്. അവിടെ കുഴഞ്ഞു പോരുത്. പ്രതിഭ എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്. പ്രതിഭ എന്നറിയപ്പെടുന്ന പത്രം ആരംഭിച്ചത് ആരാണ്? അത് കുമാരനാശാനാണ്.
അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 7 നവോത്ഥാന കേരള ചരിത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭം ഏത് എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്തിനെ തന്നെ? വൈക്കം സത്യാഗ്രഹത്തെ തന്നെയാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണല്ലോ 2024 ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിച്ചത്. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഒരു ചോദ്യം വരാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വൈക്കം സത്യാഗ്രഹത്തിന് 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഓഡിയോ കാസറ്റിന്റെ പേര് ഗാന്ധിജി അല്ലെങ്കിൽ ആ കുട്ടി ഗാന്ധിജിയെ തൊട്ടു എന്നാണ് ആ ഓഡിയോ കാസറ്റിന്റെ പേര്. ഒന്ന് ഓർത്തു വെക്കണേ, ആ കുട്ടി ഗാന്ധിജിയെ തൊട്ടു എന്ന ഓഡിയോ കാസറ്റ് 2024. അപ്പൊ നിങ്ങൾ ചില ആളുകൾ കമന്റ് ചെയ്യും, ഈ ഓഡിയോ കാസറ്റുകളൊന്നും ഇപ്പൊ ഇല്ലല്ലോ, നമ്മൾ പറഞ്ഞേക്കുന്ന ആ ഓഡിയോ സംവിധാനം എന്ന് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടത്തിയ ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മുതൽ 25 വരെ 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിൽക്കുന്നത്. തുടങ്ങിയ വർഷം 1924, അവസാനിച്ച വർഷം 1925. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ ആദ്യമായി ഒരു സംഘടിത സമരം വരുമ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാധീനം കാണുമല്ലോ. 1923 കാക്കിനഡയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. അദ്ദേഹം പ്രമേയം അവതരിപ്പിക്കും. ഈ പറയുന്ന കാക്കിനഡ INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലിയാണ് അധ്യക്ഷൻ. അങ്ങനെ ഈ പറഞ്ഞ പ്രമേയം അവതരിപ്പിച്ച പാസ്സായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സംഘടിത സമരം എന്നറിയപ്പെടുന്ന വൈക്കം സത്യാഗ്രഹം, എന്തിനെതിരെയുള്ള അയിത്തത്തിനെതിരെ നടത്തിയ ആദ്യത്തെ സംഘടിത സമരം എന്നറിയപ്പെടുന്നത് ആരെ? വൈക്കം സത്യാഗ്രഹത്തെ. അതിനുശേഷം ഈ പറയുന്ന പ്രമേയം അവതരിപ്പിക്കും. അപ്പൊ ആ സമയത്ത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 3 പ്രാദേശിക നേതാക്കൾ സമരം നടത്തുന്നുണ്ട്. ആ പ്രാദേശിക നേതാക്കളുടെ പേര് കുഞ്ഞാപ്പി, ബാഹുലേൻ, ഗോവിന്ദ പണിക്കർ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം, താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാക്കളിൽ പെടാത്തതാരെന്ന് ചോദിക്കും. അപ്പൊ കുഞ്ഞാപ്പി, ബാഹുലേൻ, ഗോവിന്ദ പണിക്കർ എന്നറിയപ്പെടുന്ന 3 വ്യക്തികളാണ് വൈക്കം സമരത്തിന്റെ പ്രാദേശിക നേതാക്കൾ. ഓക്കെ, അപ്പൊ അതിന് പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? TK മാധവനാണ് വൈക്കം സമരത്തിന്റെ പ്രധാന നേതാവ്. പ്രധാനപ്പെട്ട നേതാക്കളിൽ പ്രധാനി. ഒത്തിരി നേതാക്കന്മാരുണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. 1925 മഹാത്മാഗാന്ധി സന്ദർശിക്കുന്നു. ഈ മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഏത് വർഷമാണ് മഹാത്മാഗാന്ധി കേരള സന്ദർശനം? ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1925 5 തവണ കേരളം സന്ദർശിക്കുന്നുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അടുത്തത് ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പെരിയോർ എന്നറിയപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചതാ. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നീ പേരിൽ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ എന്നും വൈക്കം ഹീറോ എന്നും വൈക്കം വീരൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നത്. ഈ പറയുന്ന EV രാമസ്വാമി നായ്ക്കറിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. യുനെസ്കോ അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക നവോത്ഥാന നായകൻ, കേരളത്തിലെ നല്ല നവോത്ഥാന നായകൻ EV രാമസ്വാമി നായ്ക്കറാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹത്തെയാണ് പെരിയോർ എന്നറിയപ്പെടുന്നത്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച പ്രധാനപ്പെട്ട പത്രങ്ങളുണ്ട്. വിടുതലൈ, പുരട്ചി, കുടിയരസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. വിടുതലൈ, കുടിയരസ്, പുരട്ചി, ഈ 3 മാസിക അല്ലെങ്കിൽ പത്രം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യും, പുരട്ചി തലൈവി ഉണ്ടല്ലോ, അത് ജയലളിതയാണ്, അത് വേറെ ഇത് വേറെ. അപ്പൊ 3 മാസിക ഒന്ന് ഓർത്തു വെച്ചേക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. കുടിയരസ്, വിടുതലൈ, പുരട്ചി. ഓക്കെ, ദെൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമുണ്ട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. ഈ അകാലികൾ എന്നറിയപ്പെടുന്ന ആ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് ലാലാ ലാൽ സിംഗ്. ഈ അകാലികളാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യമായി ഭക്ഷണശാല ആരംഭിച്ചത് അകാലികളാണ്. അതിന് നേതാവുണ്ട് ലാലാ ലാൽ സിംഗ്. പ്രീവിയസ് ചോദ്യമാണ്. ഇനി സവർണജാഥയെ പറ്റി നമ്മൾ പറയുന്നത്, മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ സംഘടിപ്പിക്കുന്നത്. ആരുടെ നിർദ്ദേശപ്രകാരം? മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി വൈക്കം സമരവുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച 3 പ്രധാനപ്പെട്ട
അഹിന്ദുക്കളുണ്ട്. ഹിന്ദുക്കളല്ലാത്ത 3 വ്യക്തികളുണ്ട്. ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ഈ 3 വ്യക്തികളാണ് വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികൾ. ജോർജ് ജോസഫ് മറക്കല്ലേ, PM സെബാസ്റ്റ്യനെ ഓർത്തു വെക്കണം, അബ്ദുൾ റഹ്മാൻ. 3 പ്രാദേശിക നേതാക്കളുണ്ട്. അത് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് TK മാധവൻ. ഒത്തിരി നേതാക്കന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കേരള PC കൊടുത്തേക്കുന്ന ആൻസർക്ക് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരെന്ന് ചോദിച്ചാൽ അത് ജോർജ് ജോസഫും PM സെബാസ്റ്റ്യനും അബ്ദുൾ റഹ്മാനുമാണ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, തീണ്ടൽ പലക കേരളത്തിൽ ഏത് ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടതാണ്? തീണ്ടൽ പലക കേരളത്തിൽ ഏത് ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് വൈക്കം ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷയിലും നിങ്ങൾ ഈ ഒരു ടോപ്പിക് കവർ ചെയ്ത് പഠിച്ച് റിവൈസ് ചെയ്ത് പോകണം. അപ്പം LGSന്റെ 4ാം ഘട്ട പരീക്ഷയുണ്ട്, അടുത്ത 10th ലെവൽ പ്രിലിംസ് ഉണ്ട്. 10th ലെവലുമായി ബന്ധപ്പെട്ട് മെയിൻസ്, 12th ലെവൽ പ്രിലിംസ്, മെയിൻസ് തുടങ്ങിയിട്ട് എല്ലാ മത്സര പരീക്ഷയിലും ഈ PYQ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോവുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.